ചങ്ങായിമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു പടുവൃദ്ധനായ സംഖ്യയെ കുറിച്ചാണ്. വൃദ്ധ സംഖ്യയെ കുറിച്ച്. പ്രായമുള്ളവർ അങ്ങനെ വിളിക്കുന്നതിന് എനിക്ക് യാതൊരു താല്പര്യം ഇല്ലാത്തതാണ്. പക്ഷേ ഈ ചങ്ങായിന വൃദ്ധൻ, പടുവൃദ്ധൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. നമ്മളെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കുറച്ചു ദിവസം മുന്നേ ഒരു മുസ്ലിം സ്ത്രീയുടെ നിക്കാഹ് ബൈച്ചയിൽ ഒരുപാട് പ്രശ്നം നടന്നില്ല. ആ സംഭവത്തിന് നിതീഷ് കുമാറിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ വൃദ്ധ സംഖ്യ എത്തിയിട്ടുള്ളത്. അതായത് പടുവൃദ്ധനായ നിതീഷ് കുമാർ ചെയ്ത തെറ്റത്തരം ഈ പടുവൃദ്ധൻ ന്യായീകരിക്കുന്നു. ഈ വീഡിയോ കുറച്ച് നേരത്തെയായിരുന്നു എനിക്ക് എന്റെ സുഹൃത്ത് അയച്ചു തന്നത്. അത് കണ്ടപ്പം ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റാതായി. ഞാൻ ആലോചിക്കുന്നത്, ഈ ചങ്ങ ഇത്രയും കാലം ഈ നാട്ടിൽ, നമ്മളെ കേരളത്തിൽ താമസിച്ചിട്ടും ഇയാളുടെയൊക്കെ മനസ്സിൽ ഇത്രമാത്രം വർഗീയത ഈ പ്രായത്തിലും, ഈ വൃദ്ധനായ പ്രായത്തിലും ഇത്രമാത്രം വർഗീയത നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ ആലോചിച്ചിട്ടില്ല. ഒരുപാട് സങ്കടമായിപ്പോ എനിക്ക്. വല്ല ന്യൂജൻ ചാണക സംഖ്യയായിരുന്നു ഇത് പറഞ്ഞതെങ്കിൽ ഞാൻ ഒഴിവാക്കുമായിരുന്നു. പക്ഷെ ഈ ഓൾഡ് ജൻ വൃദ്ധ സംഖ്യ പറഞ്ഞപ്പം ഒഴിവാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നമുക്കെന്നാൽ ഈ വൃദ്ധ സംഖ്യ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കേട്ടിട്ട് വന്നാലോ. നിയമന ഓർഡർ വാങ്ങാൻ വേണ്ടി വന്ന ഡോക്ടറാണ്. മുഖ്യമന്ത്രി നോക്കുമ്പോൾ കണ്ണ് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. ഇതാരാണ് വന്നത് എന്ന് കാണാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കില്ലേ? അതുകൊണ്ട് അദ്ദേഹം അല്പം ഒന്ന് താഴ്ത്താൻ പറഞ്ഞു. ആ നീർത്ത ഡോക്ടർ കൂട്ടാക്കിയില്ല. ഉടനെ മുഖ്യമന്ത്രി അല്പം ഒന്ന് താഴ്ത്തി പിടിച്ചു. മുഖത്തിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും കാണട്ടെ. അത് വലിയൊരു പ്രശ്നം. എത്രമാത്രം പച്ചക്കള്ളാണ് ഈ പടുവൃദ്ധം പറയുന്നത്. കേട്ടു നോക്കട്ടെ. നിതീഷ് കുമാർ ആ ഡോക്ടറോട് നിക്കാബ് താഴ്ത്താൻ പറഞ്ഞുള്ളൂ. എന്റെ ഡോക്ടർ അത് നിരാകരിച്ചത് കൊണ്ടാണ് നിതീഷ് കുമാർ ആ നിക്കാബ് താഴ്ത്തിയെന്ന്. ഇത്രമാത്രം പച്ചക്കള്ളം പറയുന്നുണ്ടല്ലേ ഇവരെയൊക്കെ നമ്മൾ ചാണകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ വൃദ്ധനായിട്ടും ഈ പ്രായത്തിലും ഇയാളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇയാൾ ആയ പ്രായത്തിൽ ഇയാൾ എത്രമാത്രം വർഗീയതയും എത്രമാത്രം പച്ചക്കള്ളും പറഞ്ഞ് നടന്നിട്ടുണ്ടാവും. ഇയാളുടെ വീട്ടിൽ ഉണ്ടാവില്ലേ പെൺകുട്ടികളൊക്കെ? ആ പെൺകുട്ടികളാ വേറെ ആരെങ്കിലും ബലപ്രയോഗത്തിലൂടെ ഒന്ന് തൊട്ടാലോ സ്പർശിച്ചാലോ ഇയാൾ ഇതുപോലത്തെ വർത്താനം തന്നെയായിരിക്കും പറയാല്ലേ. ഇയാളുടെ കുടുംബത്തിലുള്ള പെൺകുട്ടികളെ ഉപദ്രവിച്ചാലും ആ ഉപദ്രവിച്ചവരെ ന്യായീകരിച്ചുകൊണ്ടേ വർത്താനം പറയൂ. പിന്നെ നിങ്ങളിപ്പം പറഞ്ഞ പൊക്കലും താക്കലും അതൊക്കെ നിങ്ങളെയൊക്കെ വീട്ടിലുള്ളവരെ ചെയ്യുമ്പോഴും ഇതുപോലെ ന്യായീകരിക്കാൻ നിൽക്കണം കേട്ടോ. നമുക്ക് ഈ പടുവൃദ്ധന്റെ അടുത്ത വർത്താനം കേട്ടിട്ട് വരാം. പാകിസ്ഥാനിൽ നിന്ന് വരെയാണ് ഭീഷണി. ഉമ്മത്തുണ്ടല്ലോ വർഗസ്നേഹം. ഞാൻ ചോദിക്കട്ടെ, എല്ലാറ്റിനും ഒരു മര്യാദ വേണ്ടേ? ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുന്ന ആൾക്ക് ആ വാങ്ങുന്ന ആളെ മുഖം കാണണ്ടേ? ഇതൊക്കെ ഒരു മര്യാദയാണോ? ഈ മതം ഉണ്ടായത് ക്രിസ്തുവിന് ശേഷം 6-ാം നൂറ്റാണ്ടിലായത് മഹാഭാഗ്യം. ഇത്രയും വൃത്തികെട്ട താനൊക്കെ ഉണ്ടല്ല ഈ പ്രായത്തിൽ തലപൊക്കിയത് നമ്മുടെയൊക്കെ മഹാഭാഗ്യം. കാരണം അധികകാലം ഈ തലപ്പൊക്കെ നമ്മൾ ഇനി കാണേണ്ടി വരില്ലല്ലോ. താനൊക്കെ പണ്ടേ തല പൊക്കിയിരുന്നെങ്കിൽ ഈ നാടിപ്പൊ കുട്ടിച്ചോറായിട്ടുണ്ടാവും. പിന്നെ താനുണ്ട് പറഞ്ഞ പാകിസ്ഥാനിലൊക്കെ ഭീഷണി വന്നത് ഉളുപ്പില്ലാത്ത വൃദ്ധ, വേറൊരു ഉളുപ്പില്ലാത്ത വൃദ്ധം ചെയ്ത നാണം കെട്ട കാര്യം ഇവിടെ ഇരുന്ന് ന്യായീകരിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും ഉളുപ്പും നാണവും മാനവും ഉണ്ടാ പണ്ട് വൃദ്ധ സംഖ്യ നിങ്ങൾക്ക്. പിന്നെ താൻ പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് തന്നോടും തിരിച്ചു പറയാനുള്ളത്, മര്യാദ വേണമെന്ന്. മര്യാദ വേണ്ടോ? ഈ പ്രായത്തിലുണ്ടല്ല, ഈ കുഴിയിൽ കാല് നീട്ടിരിക്കുന്ന ഈ പ്രായത്തിലെങ്കിലും പോയിട്ടുണ്ടല്ല രാമനാമം ജപിച്ചിരിക്കും. അല്ലാണ്ട് നാട്ടുകാർ തമ്മിൽ വർഗീയത പറഞ്ഞ് ഇങ്ങനെ തമ്മി തല്ലിക്കാൻ നിൽക്കല്ല പടുവൃദ്ധ സംഖ്യ. നമുക്ക് ഈ പടുവൃദ്ധ സംഖ്യ അവസാനം പറഞ്ഞ പച്ച വർഗീയത എന്താന്ന് കേട്ടിട്ട് വരാം. അല്ലെങ്കിൽ അതിന് എത്രയോ മുൻപാണ് ഈ മതം ഉണ്ടായതെങ്കിൽ അതിൻ്റെ ഇന്നത്തെ അനുയായികൾ പൊതുവിടങ്ങളിൽ സഞ്ചരിക്കുന്നത് കാഴ്ച എന്തായിരിക്കും? കഷ്ടം തന്നെ. ഇതിൽ അല്പം ഒന്ന് മാറ്റം വരുത്തിക്കൂടെ? ഒരു പൊതു ഇടങ്ങളിൽ നടക്കുമ്പോൾ ഒരു മുഖം കാട്ടുന്ന രീതിയിലെങ്കിലും നടന്നൂടെ? വല്ലാതെ കഷ്ടം അല്ലേ? എന്താ ചെയ്യ? വല്ലാത്ത കഷ്ടം തന്നെയല്ലേ. ഇപ്പൊ എന്താ ചെയ്യ? ദൈവം എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. നിങ്ങളെയൊക്കെ പോലുള്ള വൃത്തികെട്ടവന്മാരുണ്ടല്ല ദൈവം പന പോലെ വളർത്തും. അതുപോലെ കരുതിയാ മതി. ദൈവത്തിനപ്പം മടുക്കുന്നോ അപ്പൊ ആ പനേന ദൈവം തന്നെ വെട്ടി മാറ്റിക്കോളും. പിന്നെ പടുവൃദ്ധ സംഖ്യ നമ്മളെ രാജ്യം ഉണ്ടല്ലോ ഓരോരോ അകം കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. വസ്ത്രത്തിലായാലും ശരി, ഭക്ഷണത്തിലായാലും ശരി, നമ്മളെ നിയമം അനുസരിക്കുന്ന ഏത് വസ്ത്രവും ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാം. അതിന് ഒരുത്തനെയും പേടിക്കണ്ട, ഒരു ചാണക സംഖ്യനെയും പേടിക്കണ്ട. പിന്നെ താങ്കൾക്ക് തുണിയാണ് പ്രശ്നമെങ്കിൽ അതിന്റെ കാരണം എന്താ അറിയാം? താങ്കൾ ഈ പാതിരാത്രിക്ക് അതുപോലുള്ള സൈറ്റുകൾ കയറിയിട്ട് അതുപോലുള്ള കാഴ്ചകൾ എവിടെയും കാണുമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതായത് സണ്ണി ലിയോണിനെ മാത്രം കണ്ട് പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് താങ്കൾക്ക് ഇമാതിരി വർത്താനം പറയുന്നത്. അങ്ങനെ സണ്ണി ലിയോണിന്റെ കാഴ്ചകൾ താങ്കൾക്ക് സ്ഥിരമായിട്ട് കാണുമെങ്കിൽ അത് താങ്കളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് പറഞ്ഞാൽ മതി കേട്ടോ. അതായത് കൂടെ കഴിയുന്നവരിൽ ആരെങ്കിലും ഉണ്ടാവും, അവരോട് പറഞ്ഞാൽ മതി. ഇത്രയും പ്രായമായിട്ടും സണ്ണി ലിയോണിന്റെ ചിന്തയൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ പടുവൃദ്ധ സംഖ്യ നിങ്ങൾക്ക്.
ഒന്നാമത് ഇമ്മാതിരി പ്രായമുള്ളവർക്കാണ് അങ്ങനത്തെ കാര്യത്തിൽ ചൊറിച്ചിൽ കൂടുതൽ. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഈ ചങ്ങായി ഈ പ്രായത്തിൽ ഇത്രമാത്രം വർഗീയത ഉണ്ടെങ്കിൽ ഇയാളുടെ ആയ പ്രായത്തിൽ ഇയാൾ എത്രമാത്രം വർഗീയത പറ്റുണ്ടാവും. ആ ആയ പ്രായത്തിൽ തന്നെ ഇയാൾ എത്രമാത്രം കുത്തിത്തിരിപ്പ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഇടയിൽ നടത്തിയിട്ടുണ്ടാവും. അന്നൊന്നും നമ്മളെ നാട്ടിൽ ഒരു കുഴപ്പം ഉണ്ടാകാതിരുന്നത് ദൈവത്തിന്റെ ഒരൊറ്റ കൃപ കൊണ്ടാട്ടാ. അതുകൊണ്ട് നിതീഷ് കുമാറിനെ ന്യായീകരിക്കുന്ന പടുവൃദ്ധ സംഘി ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരോട് മുഖം കാണണം, മുടി കാണണം എന്നൊക്കെ പറയുമുണ്ടല്ല, അങ്ങ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞോട്ടാ, അതിനങ്ങ് ന്യായീകരിച്ചു വിട്ടോ. അതുപോലെ മറ്റുള്ളവരുടെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിട്ടൽ കിട്ടും. നല്ല തന്റെ ഇടമുള്ള ആൺകുട്ടികളും നല്ല തന്റെ ഇടമുള്ള പെൺകുട്ടികളുണ്ടല്ല, ഇതുപോലെ വൃത്തികേട് കാണിച്ചാണ്ടല്ല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ താനും തന്റെ കൂടെയുള്ളവരും അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖം കാണാനും മുടി കാണാനും. അതുകൊണ്ട് പടുവൃദ്ധ സംഘി ഒന്നുകൂടി ഞാൻ പറട്ടെ, താനൊക്കെ തന്റെ കൂടെയുള്ളവര് എന്തും കാണിച്ചു കൊടുക്കാൻ നടക്കുന്നുണ്ട് വിചാരിച്ചിട്ട് അതുപോലെ എല്ലാവരും ആകുമെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ലട്ടാ. ശരിക്കും പറഞ്ഞിട്ടല്ല, സണ്ണി ലിയോണിനെ ഒന്നും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവര് വരെ മാറി, അവരൊക്കെ എത്ര നല്ല കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് എന്നറിയാം. പക്ഷെ ഈ പ്രായത്തിലും ഈ കുഴിയിൽ കാലെടുത്ത് വെച്ചിരിക്കുന്ന ഈ പ്രായത്തിലും ഒരു നാണവും മാനവും ഇല്ലാണ്ട് ഒരാളെ വന്ന് ന്യായീകരിക്കാൻ വേണ്ടി അത്രയൊക്കെ ന്യായീകരിക്കുന്ന തന്നോടൊക്കെ എനിക്ക് പറയുള്ളത്, തന്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്കും ഇതുപോലൊരു അനുഭവം വരുമ്പോണ്ടല്ല, ആ പെണ്ണുങ്ങളെ ഒരിക്കലും അനുകൂലിക്കാൻ പാടട്ടാ. ആ ചെയ്ത നാറിനുണ്ടല്ല നല്ലോണം അനുകൂലിക്കണം കേട്ടാ. കുഴിയിൽ കാല് വെച്ചിരിക്കുന്ന പ്രായത്തിൽ രാമനാമം ജപിക്കേണ്ട ഈ സമയത്തും ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ നടക്കുന്ന നിന്നെയൊന്നും ദൈവമേ ഇയാളെന്ന് നിങ്ങൾ കാണുന്നില്ലേ? എത്രയും പെട്ടെന്ന് ആ പന അങ്ങ് കൊത്തി കളയാൻ പറ്റുമോ ദൈവമേ നിങ്ങൾക്ക്? ഇനി പ്രായമുള്ളവർ അപമാനിച്ചെന്ന് പറഞ്ഞ് വരുന്ന നിൽക്കുന്ന ടീമിനോട് ഇയാളൊന്നും പ്രായമുള്ളവരായിട്ടോ ഇയാളൊന്നും ബഹുമാനിക്കേണ്ട ആളായിട്ടോ ഞാൻ കരുതുന്നില്ല. ഇതുപോലുള്ളവരൊക്കെ ഉണ്ടല്ല പടുവൃദ്ധം തന്നെ പറയണം. കാരണം ബഹുമാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല, ഇതുപോലുള്ള വർഗീയവാദികൾക്ക് ഉണ്ടല്ല ഒരാളും ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.